ബന്ധുമിത്രാദികളെ, ഇന്ന് ഈ 25 ഡിസംബർ നമ്മൾ എല്ലായ്പ്പോഴും കൊണ്ടാടാറുള്ളതുപോലെ കുടുംബസംഗമത്തിൻ്റെ ദിവസം വന്നു ചേർന്നിരിക്കുകയാണ്. നമ്മുടെ മുന്നിൽ കാത്തുവച്ച ആ ദിനം. എനിക്ക് ഇന്ന് സ്വാഗത പ്രസംഗം ആണ്. പക്ഷേ അതിനു മുമ്പ് ഒരു 2 വരിയേ പറയുന്നുള്ളൂ. കാരണം ഇവിടെ പല ഡാൻസും പ്രോഗ്രാമും പാട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ കുട്ടികളും മുതിർന്നവരും എല്ലാം തയ്യാറായിരിക്കുകയാണ്. ആ അവസരത്തിൽ ഒരു വലിയ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. എന്നാൽ കുടുംബസംഗമം നമ്മുടെ പോങ്കറക്കോണം കുടുംബസമിതി തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷമാവുകയാണ്. 2 വർഷം ഇടയിൽ കോവിഡ് കാരണം നിന്നുപോയി. പഴയ ഊർജത്തോടു കൂടി തന്നെ നമുക്ക് തിരിച്ചു വരുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ വർഷവും നല്ല രീതിയിൽ നടത്തുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ശരിക്കും ഒരു വടവൃക്ഷം പോലെ പോങ്കറക്കോണം തഴച്ചു നിൽക്കുമ്പോൾ അതിൻ്റെ ശിഖരങ്ങളും ഇലകളും കായ്കളും പൂക്കളും ഒക്കെ പല പേരിലാണെങ്കിലും പുന്നശ്ശേരി, കിഴേ പോങ്കറക്കോണം, അല്ലെങ്കിൽ വേറെ വേറെ പേരുകളിലുണ്ടെങ്കിലും എല്ലാം വന്നിറങ്ങുന്ന വേര് അതാ വടവൃക്ഷത്തിൻ്റെ പോങ്കറക്കോണത്തിൻ്റെ വേരാണ്. അതിലേക്ക് ഊർന്നിറങ്ങുന്ന നമ്മുടെ ബന്ധുമിത്രാദികളുടെ മനസ്സ്, അതാണ് ഞാൻ വായിച്ചെടുക്കുന്നത്. എന്തുമാത്രം കാത്തിരുന്ന് കണ്ണിലെണ്ണ ഒഴിച്ച് അവർ ആ 25-ൻ്റെ ദിവസം വരാൻ വേണ്ടി കാത്തിരുന്ന് പ്രാക്ടീസുകളും ചെയ്ത് ആ ദിവസത്തേക്ക് ഓടിയെത്തുകയാണ്. ഐക്യം, വിശ്വാസം, സ്നേഹം, ഇത് മൂന്നും ഊട്ടിയെടുത്ത ഒരു സംഭവമാണ് കുടുംബം. വന്നിട്ടുള്ള കുന്നത്തൂർ ശ്രീ ജയപ്രകാശ്, അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതുകൊണ്ട് കുറച്ച് അവാർഡുകളൊക്കെ ഞാനൊന്ന് വായിക്കാം. കുന്നത്തൂർ ജയപ്രകാശ് കവി, ഗാനരചയിതാവ്, പ്രഭാഷകൻ, അഭിനേതാവ്. കവിതയ്ക്ക് 2013 അധ്യാപക കലാസാഹിത്യ വേദിയുടെ സംസ്ഥാന പുരസ്കാരം, 16 അംബേദ്കർ നാഷണൽ എക്സലൻസി പുരസ്കാരം, 17 നിറവ് സാഹിത്യ പുരസ്കാരം, 18 അടൂർ ഭാസി കർമ്മരത്ന പുരസ്കാരം, 19 ദേശീയ ബാലതരംഗത്തിൻ്റെ മികച്ച അധ്യാപകനുള്ള ഗുരുപൂജ അവാർഡ്, സംസ്ഥാന മദ്യവർജന സമിതിയുടെ ദ്രോണാചാര്യ പുരസ്കാരം, ഷോർട്ട് ഫിലിം അസോസിയേഷൻ്റെ മികച്ച ഹാസ്യതാര പുരസ്കാരം എന്നിവ ലഭിച്ചു. 10ഓളം ഹ്രസ്വ സിനിമകളിലും 2 ബിഗ് സിനിമകളിലും അഭിനയിച്ചു. നിരവധി ഗാനങ്ങളും രചിച്ചിട്ടുണ്ട്. അതുമാത്രവുമല്ല, അധ്യാപകനായ ശ്രീ കുന്നത്തൂർ ജയപ്രകാശ് ആ അധ്യാപനത്തിൻ്റെ ഒരു 4 ചുവരിൽ നിന്നും പുറത്തിറങ്ങി നമ്മുടെ മദ്യത്തിനും ഇതിനൊക്കെ അടിമപ്പെട്ട പിള്ളേർക്ക് വേണ്ടിയിട്ട് കവിത എന്ന ഒരു വലിയ അസ്ത്രത്തെ ഉപയോഗിച്ച് ധീരമായി പോരാടിയ ഒരു മഹാനാണ് അദ്ദേഹം. അതുകൊണ്ട് പല മിഷൻ ഓഫ് ലൈഫ്, പിന്നെ ഇതിൻ്റെ നമ്മുടെ പോലീസിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട് ഇതിനു വേണ്ടിയിട്ട്, അവരുടെ കൂടെയും മിഷൻ ഓഫ് ലൈഫിൻ്റെ കൂടെയും പിന്നെ വിമുക്തിയുടെ കൂടെയും ഒക്കെ അമരത്ത് പ്രവർത്തിച്ച ഒരു ബഹുമാന്യനായ അധ്യാപകനാണ് ശ്രീ കുന്നത്തൂർ ജയപ്രകാശ്. അദ്ദേഹം ഒരു വലിയ ബിസി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഈ തിരക്കിനിടയിലും നമ്മുടെ കുടുംബസംഗമത്തിന് വേണ്ടി, പോങ്കറക്കോണം കുടുംബസംഗമത്തിന് വേണ്ടി വരാനും സംസാരിക്കാനും സഹകരിക്കാനും കാണിച്ച ഒരു മനസ്കതയോടുകൂടി ഞാൻ വളരെയധികം നന്ദിയുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്തുകൊള്ളും. വരുന്നുണ്ട്, അത് കഴിഞ്ഞ് പറഞ്ഞാൽ പത്മശ്രീ ശ്രീ ഡോക്ടർ ഹരീന്ദ്രൻ നായർ അദ്ദേഹം എത്തുന്നുണ്ട്. ഞാൻ ഏതായാലും സ്വാഗതം അർപ്പിക്കാം. കാരണം പുള്ളി എപ്പോൾ എത്തും എന്നുള്ളത് അറിഞ്ഞുകൂടാ. അദ്ദേഹം സുപരിചിതനാണ്, എനിക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ പങ്കജകസ്തൂരി ഹെർബൽസ് ലിമിറ്റഡ്സിൻ്റെ MD ആണ്. അദ്ദേഹത്തിനെ നമ്മൾ വണങ്ങിയാൽ തീരാത്തത്ര
ഒരു മികവ് അദ്ദേഹം പുലർത്തുന്നുണ്ട്. അദ്ദേഹത്തിന് ഞാൻ എൻ്റെ ഈ കുടുംബ സമിതിയുടെ പേരിൽ സ്വാഗതം നേരുന്നു. അടുത്തതായി നമ്മുടെ അധ്യക്ഷൻ, ശരിക്കും അധ്യക്ഷൻ ആദ്യം പറയണമെന്നാണ്, ശ്രീ പ്രതാപ് ചന്ദ്ര. ഈ പ്രതാപ് ചന്ദ്രയെക്കുറിച്ച് ജസ്റ്റ് അങ്ങ് സ്വാഗതം പറഞ്ഞ് എനിക്ക് നിർത്താൻ കഴിയുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ പ്രതാപ് ചന്ദ്ര അവർകൾ നമ്മുടെ ഈ പോങ്കറക്കോണം കുടുംബ സംഗമത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ച് 2-3 മാസമായി ചിന്തകളിലും മനസ്സിലും ശരീരത്തിലും ഒരു മഹാസംഭവത്തിൻ്റെ ഒരു അലകൾ മനസ്സിൽ കൊണ്ടു നടന്ന ഒരു മഹാവ്യക്തിയാണ് മിസ്റ്റർ പ്രതാപ് ചന്ദ്രൻ. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ അതുകൊണ്ട് ഒരു സെൻറ്റൻസ് പറഞ്ഞത്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ശ്രീ രവികുമാർ IFS റിട്ടയർഡ്. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പോങ്കറക്കോണം കുടുംബ സംഗമത്തിൻ്റെ 12 കൊല്ലമായി നട്ടെല്ലാണ്. നമുക്ക് എന്ത് സംശയമുണ്ടെങ്കിലും, നമുക്ക് എന്ത് ഉപദേശം വേണമെങ്കിലും എപ്പോഴും ചോദിക്കാൻ പറ്റുന്ന അമരത്തിരിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് മിസ്റ്റർ ശ്രീ രവികുമാർ ചേട്ടൻ. ഈ രവിയേട്ടൻ എന്നാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. ഈ രവിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുന്നാൽ മതി, നമുക്കൊരു ധൈര്യം കിട്ടും, നമുക്ക് എന്തും സംഭവം നടത്താനുള്ള ധൈര്യം കിട്ടും. രവിയേട്ടൻ അമരത്തിരുന്നാൽ മാത്രം മതി. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ ശ്രീ ഒന്നും പറയുന്നില്ല, ഒറ്റ സെൻറ്റൻസേ പറയുന്നുള്ളൂ, ഒരേ ഒരു സെൻറ്റൻസ്. ആ സെൻറ്റൻസ് നിങ്ങൾ കേട്ടോളൂ. ഈ പോങ്കറക്കോണം കുടുംബ സംഗമത്തിൻ്റെ തറക്കല്ലിട്ടത് തൊട്ട് ഇന്ന് ഇതേ നിമിഷം വരെ ഏതോ ഒരു അദൃശ്യ ശക്തിയുടെ കരങ്ങൾ ഈ പോങ്കറക്കോണം കുടുംബ സമിതിയെ താങ്ങി നിർത്തുന്നുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിഞ്ഞൂടാ, ആർക്കും അറിഞ്ഞൂടാ ആരാണെന്ന്. ആ മഹാനായ വ്യക്തി ഈ ഇരിക്കുന്ന ശ്രീ ഗംഗാധരൻ നായരാണ്. അദ്ദേഹത്തെ ഞാൻ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. പിന്നെ നമ്മുടെ ശ്രീ ജയചന്ദ്ര, അദ്ദേഹവും ഈ തറക്കല്ലിടുന്നത് തൊട്ട്, പോങ്കറക്കോണം കുടുംബസംഗമത്തിൻ്റെ തറക്കല്ലിടുന്നത് തൊട്ട് ശ്രീ ജയചന്ദ്ര, അഡ്വക്കേറ്റ് ഹേമചന്ദ്രൻ നായർ, ഇവരൊക്കെ അന്ന് ആദ്യത്തെ ടയർ ഉരുട്ടാനായിട്ട്, ശരിക്കും ആദ്യത്തെ ഒരു എനർജി വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് കഠിനമായി പ്രയത്നിച്ച വ്യക്തികളാണ്. അപ്പോൾ അതിൽ ഈ ജയചന്ദ്രയുടെ പാർട്ടിസിപ്പേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാക്കുകളുകൊണ്ട് പറയാൻ പറ്റൂല. കാരണം പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മുഴുകി ജീവിച്ച് ഈ പോങ്കറക്കോണം സംഗമത്തിനെ ഈ നിലയിൽ കൊണ്ടെത്തിക്കാനായിട്ട് ആ ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. ഈ വേദിയിലേക്ക് സ്വാഗതം. പിന്നെ നമ്മുടെ സുലോചന ചേച്ചി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ സീനിയർ വ്യക്തിയാണ്. നമ്മുടെ കുടുംബസംഗമത്തിന് വേണ്ടി മനസ്സും ഉടലും കൊണ്ട് എപ്പോഴും ആഗ്രഹിക്കുന്നത്, നന്നായിട്ട് നടന്നു പോകണം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് നല്ലവണ്ണം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ സുലോചന ചേച്ചിയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി വിജയമ്മ ചേച്ചിയും പുന്നശ്ശേരിയുടെ ഒരു ഇതുപോലെ തന്നെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. മക്കളെല്ലാം നല്ലവണ്ണം, വൈശാഖും ശ്രീജിത്തും എല്ലാം നല്ലവണ്ണം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ ചേച്ചിയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ഇനി ഞാനിത് ഉപസംഹരിക്കുന്നതിന് മുമ്പായിട്ട് ഒരു സെൻറ്റൻസ് പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിശയം തോന്നിയ 1-2 കാര്യങ്ങളുണ്ട്. അതായത് ജാപ്പാനിൽ നിന്നും ശ്രീകുമാർ ഫാമിലി വന്നിറങ്ങുന്നു 25-ന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ബഹ്റിനിൽ നിന്നും അനിൽകുമാർ ഫാമിലി വന്നിറങ്ങുന്നു. അത് കഴിഞ്ഞ് കാനഡയിൽ നിന്നും കിച്ചു ഇറങ്ങുന്നു. അത് കഴിഞ്ഞ് ജാപ്പാനിൽ നിന്നും അപർണ ഇറങ്ങുന്നു. പിന്നെ മസ്കറ്റിൽ നിന്നും ദേവു സൂരജ് ഫാമിലി ഇറങ്ങുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോങ്കറക്കോണം കുടുംബ സംഗമത്തിൻ്റെ പവർ പാക്ക് എന്ന് പറയുന്നത് എത്ര നീണ്ടു കിടക്കുന്നു, എത്ര ഉയരങ്ങളിൽ കിടക്കുന്നു.
അവർ എവിടെ നിന്നാലും എത്ര ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചാലും ഈ ദിവസത്തേക്ക് വന്ന് പറന്നിറങ്ങാണ്. ഈ ഇരിക്കുന്ന 100 കണക്കിന് ബന്ധുമിത്രാദികൾ കണ്ണിൽ എണ്ണ ഒഴിച്ച് എണ്ണി 25 ദിവസം കാത്തുവച്ച് രാവിലെ ഇവിടെ എത്തി ഈ മഹാസംഗമത്തെ ഒരു വൻ വിജയമാക്കി തീർക്കുന്ന നമ്മുടെ ബന്ധുമിത്രാദികൾ, ചങ്ക് ബന്ധുമിത്രാദികളാണ് ഇവരൊക്കെ ഞാൻ എൻ്റെ പേരിലും ഈ കുടുംബ സമിതിയുടെ പേരിലും ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഇതോടുകൂടി എൻ്റെ പ്രസംഗ പരിപാടികൾക്കായി നന്ദി, നമസ്കാരം.